എല്ലാ കൂട്ടുകാർക്കും കേട്ടറ്റ് റിവിഷനിലേക്ക് സ്വാഗതം. ഒരു കേട്ടറ്റ് റിവിഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫൈനൽ സ്റ്റേജിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. നമ്മളൊന്ന് ടച്ചപ്പ് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക, നമ്മളൊന്ന് ബ്രഷ് അപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കേട്ടറ്റ് റിവിഷൻ പോകുന്നത്. എല്ലാവർക്കും എല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. കോൺഫിഡന്റ് ആയിട്ടൊക്കെ തന്നെ റിവിഷനെ നേരിടുക, കോൺഫിഡന്റ് ആയിട്ട് തന്നെ, അതിനേക്കാൾ കോൺഫിഡന്റ് ആയിട്ട് പരീക്ഷ നേരിടാനുള്ള ഒരു മുന്നൊരുക്കം കൂടിയാണ് നമ്മുടെ ഈ കേട്ടറ്റിന്റെ റിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ. എപ്പോഴും ഡിസീസസുമായി ബന്ധപ്പെട്ട രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. വൈറസ് രോഗകാരിയായ രോഗങ്ങൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ രോഗകാരികളായ രോഗങ്ങൾ ഏതൊക്കെയാണ്? ഫംഗസ്, പ്രോട്ടോസോവ, ഇതൊക്കെ നമുക്ക് അറിയേണ്ടതാണ്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണ്, എല്ലാവരും പഠിക്കുന്ന ഒരു കോഡ് തന്നെയാണ് DYSPക്ക് ജലദോഷം എന്ന് പറയുന്ന കോഡ് അല്ലെ. DYSPക്ക് ജലദോഷം. DYSP എന്ന് പറയുന്നത് D ഡെങ്കു ഫീവർ, Y യെല്ലോ ഫീവർ, S സാഴ്സ് സ്മോൾ പോക്സ്, P പോളിയോ ജലദോഷം. അപ്പൊ നമുക്ക് D ഡെങ്കു ഫീവർ, Y യെല്ലോ ഫീവർ അല്ലെങ്കിൽ മഞ്ഞപ്പനി, S സാഴ്സ് അല്ലെങ്കിൽ സ്മോൾ പോക്സ്, സാഴ്സ് സ്മോൾ പോക്സ് വേറെ രോഗമാണ് വസൂരി, പോളിയോ അല്ലെങ്കിൽ പിള്ളവാതം ജലദോഷം. പിന്നെയുണ്ട് അതായത് മീസിൽസ് അല്ലെങ്കിൽ അഞ്ചാം പനി, എയ്ഡ്സ്, അരിമ്പാറ, ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ, ഹെർപ്പിസ്, ഹെപ്പറ്റൈറ്റിസ്, എബോള. നമ്മൾ 3 പനി, പന്നിപ്പനി, പക്ഷിപ്പനി, പേവിഷബാധ. പേവിഷബാധ അഥവാ റാബിസ് അല്ലെങ്കിൽ ഹൈഡ്രോഫോബിയ എന്ന് പറയുന്ന രോഗം, ഇൻഫ്ലുവൻസ, ജപ്പാനീസ് എൻസെഫലൈറ്റിസ്, റുബല്ല, ഇതെല്ലാം വൈറസ് രോഗങ്ങളാണ്. അവിടെയും നമ്മളൊരു കോഡ് പഠിക്കും. എം എന്ന് പറയുന്നത് മീസിൽസ് അല്ലെങ്കിൽ അഞ്ചാം പനി എന്ന് പറയുന്ന രോഗമാണ് എം എന്ന് പറയുന്നത്. അഞ്ചാം പനി, മണ്ണൻ, ചപ്പട്ട എന്നൊക്കെ രോഗമായിട്ട് അറിയപ്പെടുന്ന ആ മീസിൽസ് ആണ് എം. എ എന്ന് പറയുന്നത് 2 രോഗങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. 2 രോഗങ്ങൾ എന്ന് പറയുമ്പോൾ എയ്ഡ്സ്, അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, HIV വൈറസ് ഉണ്ടാക്കുന്ന അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, അരിമ്പാറ എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് ചിക്കൻ ബോക്സും ചിക്കൻ ഗുനിയയുമാണ്. എച്ച് എന്ന് പറയുന്നത് ഹെർപ്പിസും ഹെപ്പറ്റൈറ്റിസുമാണ്. ഈ എബോള. എം എന്ന് പറയുന്നത് മംസ്. 2 എം ഉണ്ട്. ഇവിടുത്തെ എം എന്ന് പറയുന്നത് മംസ് ആണ്. മംസ് എന്ന് പറയുന്നത് മുണ്ടിനീര്. മുണ്ടിനീര് എന്ന് പറയുന്നത് ഉമിനീർ ഗ്രന്ഥി. ഒരു ഉമിനീർ ഗ്രന്ഥിയാണ് കർണപാർശ്വഗ്രന്ഥികൾ അഥവാ പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതിനുണ്ടാവുന്ന അണുബാധയാണ് മുണ്ടിനീര് എന്ന് പറയുന്നത്. നമുക്കറിയാം എത്ര സലൈവറി ഗ്ലാൻഡ് ഉണ്ട്? നമുക്ക് 3 ജോഡി സലൈവറി ഗ്ലാൻഡ് ആണ്. അതിലൊന്നാണ് കർണപാർശ്വഗ്രന്ഥികൾ അഥവാ പരോട്ടിഡ് ഗ്ലാൻഡ്. അതിനുണ്ടാവുന്ന അണുബാധയാണ് മംസ് അല്ലെങ്കിൽ മുണ്ടിനീര്. പി എന്ന് പറഞ്ഞാൽ 3 രോഗങ്ങളുണ്ട്. ഒന്ന് പന്നിപ്പനി, പക്ഷിപ്പനി, പേവിഷബാധ. പിന്നുള്ളത് ഇൻഫ്ലുവൻസ. പിന്നെ നമുക്കറിയാം ജലദോഷം, ഞാൻ ഓൾറെഡി പറഞ്ഞു. ജലദോഷം എന്ന് പറയുന്നത് വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നിപ്പ, കൊറോണ, മങ്കി പോക്സ്, ടൊമാറ്റോ ഫീവർ അല്ലെങ്കിൽ തക്കാളി പനി, ഇതെല്ലാം വൈറൽ രോഗങ്ങളാണ്. നമ്മൾ കുറേ വൈറൽ രോഗങ്ങളുടെ പേര് പഠിച്ചു അല്ലെ. DYSPക്ക് ജലദോഷം, മച്ചമ്പിക്ക് ജപ്പാനീസ് എൻസെഫലൈറ്റിസും, ജപ്പാനീസ് എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ ജപ്പാൻ ജ്വരവും റുബല്ലയും. പിന്നെ നിപ്പയുണ്ട്, കൊറോണയുണ്ട്, ബാക്കി പറഞ്ഞ രോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? വൈറസ് ആണ് ജലദോഷത്തിന് കാരണമായ രോഗകാരി. ബാക്ടീരിയൽ രോഗങ്ങൾ ഏതൊക്കെയാണ്? ബാക്ടീരിയൽ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ. അതുപോലെ പ്ലേഗ് എന്ന് പറയുന്നത് വില്ലൻ ചുമ, പ്ലേഗ്, ന്യൂമോണിയ, കുഷ്ഠം, ക്ഷയം, ഡിഫ്തീരിയ, ടൈഫോയിഡ്, ടെറ്റനസ്, കോളറ, അങ്ങനെ പോകുന്നു ബാക്ടീരിയൽ രോഗങ്ങൾ. പിന്നെയുണ്ട് ഇഷ്ടംപോലെ ബാക്ടീരിയൽ രോഗങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയൽ രോഗങ്ങളാണ് ഞാൻ പറഞ്ഞു പോയത്. ഫംഗസ് ആണെങ്കിൽ ആസ്പെർജില്ലോസിസ്. ഞാൻ പറയാറുണ്ട്, ജില്ലയിൽ നിന്ന് വന്ന അത്ലറ്റ് കാൻഡിഡേറ്റിന്റെ റിങ് ആരോ ചൂണ്ടി. ആസ്പെർജില്ലോസിസ്. അത്ലറ്റ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ അത്ലറ്റ്സ് ഫുഡ്, കാൻഡിയാസിസ്, അതുപോലെ തന്നെ റിംഗ് വേം. ഇതൊക്കെ എന്താണ്? ഫംഗൽ രോഗങ്ങളാണ് അല്ലെ. അപ്പൊ നമ്മൾ ജലദോഷത്തിന് കാരണമായ രോഗകാരി എന്താ എന്നായിരുന്നു ചോദ്യം. വൈറസ് ആണ് ജലദോഷത്തിന് കാരണമായ രോഗകാരി. കോഡ് വെച്ച് എല്ലാ രോഗങ്ങളും ഏതൊക്കെ രോഗകാരികളാണ്, വൈറസ് ഉണ്ടാക്കുന്ന രോഗം, ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം, ഫംഗസ് ഉണ്ടാക്കുന്ന രോഗം, പ്രോട്ടോസോയ ഉണ്ടാക്കുന്ന രോഗങ്ങളൊക്കെ പഠിച്ചു വെച്ചോളാം. എളുപ്പമല്ലേ പഠിക്കാൻ? ഓക്കെ, അടുത്ത ചോദ്യം. നിഴൽ ഉണ്ടാകുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസങ്ങൾ ഏതെല്ലാം? പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. പ്രകാശത്തിൽ 7 വർണ്ണങ്ങളുണ്ട്. അതാര്യ വസ്തുവിലൂടെ പ്രകാശം കടന്നു പോകുന്നില്ല. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നു. ഷാഡോ അല്ലെങ്കിൽ നിഴൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നിഴൽ ഉണ്ടാവുന്നത്? നിഴലിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ, പ്രകാശത്തെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ അറിയാം പ്രകാശം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. പ്രകാശം സഞ്ചരിക്കുന്നത് നേർരേഖയിലാണ് അല്ലെ. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. അത് മാത്രമല്ല, അതാര്യമായ വസ്തുവിലൂടെ പ്രകാശം കടന്നു പോകുന്നില്ല. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെയാണ് നമ്മൾ അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ പ്രകാശം അതാര്യമായ വസ്തുവിലൂടെ കടന്നു പോകുന്നില്ല.
അതുകൊണ്ട് തന്നെ പ്രകാശം നേരായ പാതയിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിന്റെ വഴി തടയാനായിട്ട് ആരെങ്കിലും അതാര്യമായിട്ടൊരു വസ്തു വന്നു കഴിഞ്ഞാൽ അത് കടന്നു പോകില്ല, അവിടെ നിഴലുണ്ടാവുന്നു. അതായത് അതാര്യ വസ്തുവിലൂടെ പ്രകാശം കടന്നു പോകാത്തതുകൊണ്ട് നിഴലുകൾ ഉണ്ടാവുന്നു. പ്രകാശത്തിൽ 7 വർണ്ണങ്ങളുണ്ട്, നമുക്കറിയാം, കറക്റ്റ് ആണ്. പക്ഷെ അത് നിഴലുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അതുപോലെ പ്രകാശത്തിന് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നു എന്നത് നിഴലുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്നത് കറക്റ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് അതാര്യ വസ്തുക്കളിലൂടെ പ്രകാശം കടന്നു പോകുന്നില്ല എന്നുള്ളതുമാണ്. ഓപ്ഷൻ സി 1, 3 എന്നിവയാണ്. അതാണ് ശരിയായ ഉത്തരം. ഏകകോശ ജീവികൾ പെടാത്തതേത്? അമീബ, പാരമീസിയം, അമീബ, ഹൈഡ്ര, പാരമീസിയം, യൂഗ്ലീന. ജീവികളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, ഏകകോശ ജീവികളെന്നും ബഹുകോശ ജീവികളെന്നും, അല്ലെ? ഒറ്റ കോശം മാത്രമുള്ള ജീവികളെയാണ് നമ്മൾ ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് ഒന്നിലധികം കോശങ്ങളുള്ളവയാണ് ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. അമീബ ഒരു ഏകകോശ ജീവിയാണ്. അമീബ എന്തുപയോഗിച്ചാണ് സഞ്ചരിക്കുന്നത്? കപടപാദം ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ഒരു ഏകകോശ ജീവിയാണ് അമീബ. പ്രത്യേകിച്ച് ആകൃതിയൊന്നുമില്ലാത്ത ഒരു ജീവി. അതിന്റെ ശരീരത്തിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ കപടപാദങ്ങൾ എന്ന് പറയുന്നത്. പാരമീസിയം പറയുകയാണെങ്കിലോ ധാരാളം സിലിയകളുള്ള ഒരു ഏകകോശ ജീവിയാണ് പാരമീസിയം. സ്ലിപ്പർ അനിമൽക്യൂൾ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. യൂഗ്ലീനയോ? യൂഗ്ലീനയും ഏകകോശ ജീവിയാണ്. പ്രകാശ സംശ്ലേഷണം നടത്താൻ കൂടെ കഴിവുള്ള ഒരു ജീവിയാണ് യൂഗ്ലീന എന്ന് പറയുന്നത്. എന്നാൽ ഹൈഡ്രയോ? ഹൈഡ്ര എന്ന് പറയുന്നത് ജലത്തിൽ, ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഒരു ബഹുകോശ ജീവിയാണ് ഹൈഡ്ര. അപ്പോ ഓപ്ഷൻ ഏതാണ് ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി, ഹൈഡ്ര. ഹൈഡ്ര എന്ന് പറയുന്നത് ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഒരു ബഹുകോശ ജീവിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 4ാമത്തെ ചോദ്യം, നൈട്രജൻ, ഓക്സിജൻ എന്നിവ കഴിഞ്ഞാൽ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകം ഏതാണ്? ഹൈഡ്രജൻ, ആർഗൺ, ഹീലിയം, നിയോൺ. നൈട്രജനും ഓക്സിജനും കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണെന്നാണ് ചോദ്യം. ഏതാണെന്ന് അറിയോ? ഏതാ ഉത്തരം വരുന്നേ? പറഞ്ഞേ, ഏതാണ് വരുന്നത്? നമുക്ക് നൈട്രജനും ഓക്സിജനും കഴിഞ്ഞാൽ ഏതാണ് കൂടുതലായിട്ട് വരുന്നത്? അന്തരീക്ഷ വായുവിൽ എന്തൊക്കെയാ കൂടുതലുള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതലുള്ള ഏതാ? നൈട്രജൻ. കറക്റ്റ്, നൈട്രജൻ ആണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കഴിഞ്ഞാൽ ഓക്സിജനെ പറയാം. അത് കഴിഞ്ഞാലുള്ളത് ആർഗൺ ആണ്, ആർഗൺ. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹീലിയം ഉണ്ട്, നൈട്രജൻ ഉണ്ട്, നിയോൺ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നൈട്രജൻ അത് കഴിഞ്ഞാൽ, ഓക്സിജൻ കഴിഞ്ഞാൽ പിന്നെ കൂടുതലുള്ളത് ഏതാണ്? ആർഗൺ ആണ്. കറക്റ്റ് ആണ് ഉത്തരം പറഞ്ഞത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. കിഴക്കോ പടിഞ്ഞാറോ ചക്രവാളത്തിൽ നിന്ന് അല്പം ഉയരത്തിൽ മാത്രം കാണപ്പെടുന്നതും ഒരിക്കലും തലയ്ക്ക് മുകളിൽ കാണപ്പെടാത്തതുമായ ഗ്രഹമേത്? ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. കിഴക്കോ പടിഞ്ഞാറോ ചക്രവാളത്തിൽ നിന്ന് അല്പം ഉയരത്തിൽ മാത്രം കാണപ്പെടുന്നതും ഒരിക്കലും തലയ്ക്ക് മുകളിൽ കാണപ്പെടാത്തതുമായ ഗ്രഹമേത് എന്നാണ് ചോദ്യം. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്, പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ശുക്രൻ. ശുക്രനാണ് അല്ലെ? ശുക്രനാണ്. ഇതിനെ മോർണിംഗ് സ്റ്റാർ എന്ന് വിളിക്കാറുണ്ട്, അതുപോലെ തന്നെ ഈവനിങ് സ്റ്റാർ എന്നും വിളിക്കാറുണ്ട്. ഈസ്റ്റേൺ ഹൊറൈസണിൽ മോർണിംഗ് സ്റ്റാർ ആയിട്ട് രാവിലെയും സന്ധ്യയിൽ ഈവനിങ് സ്റ്റാർ ആയിട്ട് വെസ്റ്റേൺ ഹൊറൈസണിലും കാണുന്നുണ്ട്. ഒരിക്കലും ശുക്രൻ എന്ത് ചെയ്യുന്നില്ല? ശുക്രൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ എത്തുന്നില്ല. അതിന്റെ ദിശ സൂര്യനോട് വളരെ അടുത്താണ് ഇരിക്കുന്നത്. ഇത് പറയുമ്പോൾ ശുക്രനാണ് ഉത്തരവെന്ന് മനസ്സിലായല്ലേ? ഇത് പറയുമ്പോൾ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, നമുക്ക് അറിയാവുന്നതുമാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം ഏതാണ്? കറക്റ്റ്, സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം. എന്നാൽ സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് തെളിയിച്ചത് ആരാണ്? സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് തെളിയിച്ചത് കോപ്പർനിക്കസ് ആണ് അല്ലെ? കോപ്പർനിക്കസ് ആണ്. നമുക്കറിയാം അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാം. ഇതിനകത്ത് സൂര്യനെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ഹീലിയോളജി എന്ന് പറയുന്നത്. ഹീലിയോളജി, സൂര്യനെ കുറിച്ചുള്ള പഠനമാണ് ഹീലിയോളജി. അതുപോലെ ചന്ദ്രനെ കുറിച്ചുള്ള പഠനമോ സെലനോളജി. സെലനോളജി നമുക്കറിയാം ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. പ്ലൂട്ടോയെ എടുത്ത് കളയുകയും ചെയ്തു. ബുധൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറിയ ഗ്രഹം, ഏറ്റവും വേഗതയുള്ള ഗ്രഹമാണ്, അതുപോലെ അന്തരീക്ഷമില്ലാത്ത ഗ്രഹമാണ്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങളിൽ ഒന്നാണ് ബുധൻ. ഉപഗ്രഹമില്ലാത്ത മറ്റൊരു ഗ്രഹമാണ് ശുക്രൻ അല്ലെ? ഓക്കെ, സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ആളാണ്. ശുക്രനെ കുറിച്ച് പറഞ്ഞാലോ? സൂര്യന്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. സൂര്യന്റെ അരുമ എന്ന് പറയുന്നത് ഏറ്റവും ചൂട് കൂടിയ ആളാണ്, സൂര്യനോട് അടുത്ത് നിൽക്കുന്നുണ്ട്, ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ്, ലൂസിഫർ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റോമാക്കാരുടെ പ്രണയ ദേവതയുടെ പേര് ലഭിച്ച ഒരു ഗ്രഹം കൂടിയാണ്
നമ്മുടെ ശുക്രൻ എന്ന് പറയുന്നത്. മോശക്കാരനൊന്നും അല്ല, വളരെ ഇത്രയും പറഞ്ഞ പ്രത്യേകതകളൊക്കെ ഉള്ള ആളാണ് ശുക്രൻ എന്ന് പറയുന്നത്. പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം, ഭൂമിയുടെ ഇരട്ട എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്നത് ശുക്രനാണ്. ഭൂമിയാണെങ്കിലോ നീലഗ്രഹം എന്നറിയപ്പെടുന്നതാണ് ഭൂമി. അന്തർഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രഹമാണ്. ചൊവ്വയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം എന്നൊക്കെയാണ് നമ്മൾ ക്ലാസ്സുകളിലും പല റിവിഷനിലായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം എന്ന് പറയാറുണ്ട്. ചൊവ്വയിലെ ചുവപ്പ് നിറത്തിന് കാരണം അയൺ ഓക്സൈഡ് ആണ്. അതുപോലെ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസ് ആണ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസ് ആണ്. വ്യാഴത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗ്രഹമാണ്, ഏറ്റവും വേഗത്തിൽ സ്വയം ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ്, ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണമുള്ള ഗ്രഹമാണ്. വ്യാഴം കണ്ടെത്തിയത് ഗലീലിയോ ആണ്. അതുപോലെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം എന്ന് പറയുന്നത് ഗാനിമേഡ് ആണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ വ്യാഴത്തിനെ കുറിച്ച് ഓർത്തു വെച്ചേക്കാം. ശനി കരിമഴ പെയ്യുന്ന ഗ്രഹമെന്നും ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹമെന്നും. നമ്മുടെ ശനിക്കൊരു ഉപഗ്രഹം ഉണ്ട്, അതിന്റെ പേരാണ് ടൈറ്റൻ. അതാണ് ഭൂമിയുടെ അപരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗോൾഡൻ ജൈന്റ് എന്നറിയപ്പെടുന്നത് ശനിയാണ്. നമുക്കറിയാം വലയങ്ങളുണ്ടല്ലേ, വലയങ്ങൾ കാണുന്ന അതിലാണ്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹം കൂടിയാണ് ടൈറ്റൻ. ഇനി യുറാനസ് വളരെ പാവ ആൾക്കാരാണ്. ആകാശദേവന്റെ പേരിൽ അറിയപ്പെടുന്ന തണുത്ത അന്തരീക്ഷമുള്ള ഗ്രഹമാണ്. ഉരുളുന്ന ഗ്രഹമെന്നോ കിടക്കുന്ന ഗ്രഹമെന്നോ ആകാശ പിതാവ് എന്നോ ഒക്കെ അറിയപ്പെടുന്ന, പച്ചഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഗ്രഹമാണ് യുറാനസ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ളതാണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. അതിനും നെപ്റ്റ്യൂൺ നീല നിറത്തിൽ കാണപ്പെടുന്ന ഒരു ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൻ എന്ന് പറയുന്നത്. ഇനി ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാരാ? പ്ലൂട്ടോ ആണ് അല്ലെ. അതുപോലെ അന്തർഗ്രഹങ്ങൾ, നേരത്തെ ഒരു വാക്ക് പറഞ്ഞു അന്തർഗ്രഹങ്ങൾ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ ഇവരാണ് അന്തർഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. താരതമ്യേന വലിപ്പം കുറഞ്ഞ സാന്ദ്രത കൂടിയ അവയാണ് നമ്മൾ അന്തർഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ബാഹ്യഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ. വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്നത് ഈ ബാഹ്യഗ്രഹങ്ങളാണ്. ബാഹ്യഗ്രഹങ്ങളെ ജോവിയൻ ഗ്രഹങ്ങൾ എന്നുകൂടി അറിയപ്പെടാറുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പറഞ്ഞു. കിഴക്കോ പടിഞ്ഞാറോ ചക്രവാളത്തിൽ നിന്ന് അല്പം ഉയരത്തിൽ മാത്രം കാണപ്പെടുന്നതും ഒരിക്കലും തലയ്ക്ക് മുകളിൽ കാണപ്പെടാത്തതുമായ ഗ്രഹമാണ് ശുക്രൻ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന കൃഷിരീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ, സുഭാഷ് പലേക്കർ, മേധ പട്കർ, പൊക്കുടൻ. ആരാണ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ആ കൃഷിരീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? സുഭാഷ് പലേക്കർ ആണ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിങ്ങിന്റെ ഉപജ്ഞാതാവ്. ഒരു കൃഷിശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ കൃഷി ചെയ്യാനുള്ള രീതികൾ വികസിപ്പിച്ചെടുത്തത് അദ്ദേഹമാണ്. അതായത് സീറോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ കർഷകന് പണമൊന്നും ചെലവാക്കാതെ അവനവൻ അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉപയോഗിച്ച്, റിസോഴ്സ് ഒക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജീവാമൃതം, ബീജാമൃതം, വൃക്ഷ അധിഷ്ഠിത കൃഷി, ഈ സിദ്ധാന്തങ്ങളൊക്കെ ഈ രീതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഡോക്ടർ MS സ്വാമിനാഥൻ എന്തുമായിട്ടാണ് ബന്ധം? ഹരിത വിപ്ലവവുമായിട്ട് ബന്ധമുള്ള ആളാണ്. മേധ പട്കർ എന്ന് പറഞ്ഞാൽ നർമ്മദാ ബചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട ആളാണ്. പൊക്കുടൻ വിത്തുകളുടെ സംരക്ഷകനാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന കൃഷിരീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? സുഭാഷ് പലേക്കർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഒരു ചെടിയുടെ തണ്ടിൽ ഗുണമേന്മയേറിയ മറ്റൊരു ചെടിയുടെ മുകുളം ഒട്ടിച്ച് പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ലെയറിംഗ്, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ഹൈബ്രിഡൈസേഷൻ. ഇതെല്ലാം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ലെയറിംഗ്, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ഹൈബ്രിഡൈസേഷൻ. ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ തണ്ടില് ഗുണമേന്മയുള്ള മറ്റൊരു ചെടിയുടെ ബഡ് ഒട്ടിച്ചിട്ട് പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ബഡ്ഡിങ്ങില് മുകുളം മാത്രമാണ്. ഒരു മുകുളം തിരഞ്ഞെടുത്തു, ആ മുകുളത്തിനെ ഹോസ് പ്ലാന്റിന്റെ തണ്ടിൽ ഒട്ടിക്കും. ഏതിലാണോ ഒട്ടിക്കേണ്ടത് ആ ചെടിയുടെ തണ്ടിൽ ഒട്ടിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒട്ടിക്കുന്ന രീതിയെ നമ്മൾ പറയുന്നതാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ബഡ്ഡിംഗ് ആണ് ശരിയായ ഉത്തരം. ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബഡ്ഡിംഗ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1 പകൽ സമയത്ത് മാത്രം നടക്കുന്നു, 2 പകലും രാത്രിയിലും നടക്കുന്നു, 3 ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുകയും ചെയ്യുന്നു, 4 കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു.
പ്രകാശ സംശ്ലേഷവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യം വേണം. സൂര്യപ്രകാശം എപ്പോഴാണുള്ളത്? പകൽ സമയത്ത്. അപ്പൊ പകൽ സമയത്ത് മാത്രം നടക്കുന്നു എന്നത് ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നാമത്തത് ശരിയായ പ്രസ്താവന ആയതുകൊണ്ട് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ഇപ്പൊ തന്നെ കളയാം. ഇനി 1, 3 ആണോ 1, 4 ആണോ എന്ന ചോദ്യത്തിന് മാത്രമേ ഉള്ളൂ. രാത്രിയും പകലും നടക്കുന്നു എന്ന് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുകയും ചെയ്യുന്നു. പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ സസ്യങ്ങള് എന്താ ചെയ്യുന്നത്? സസ്യങ്ങള് കാർബൺ ഡൈ ഓക്സൈഡ്, അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ സ്റ്റൊമാറ്റോ വഴി സ്വീകരിച്ച് ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഹരിതകവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ആഹാരം പാകം ചെയ്യുന്ന രീതിയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് പുറത്തുവിടുകയും ചെയ്യാറുണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജനെ പുറത്തുവിടുന്നു എന്നതാണ് ശരി. അപ്പൊ 1ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായ ഉത്തരം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മുറിക്കകത്ത്, അടച്ച മുറിക്കകത്ത് ചെടികൾ വെക്കാൻ പാടില്ല. രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ അടച്ചിട്ട മുറിയാണെങ്കിൽ അതിനകത്ത് ചെടി വെക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ്? കറക്റ്റ്. അതായത് പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു, ഓക്സിജനെ പുറത്തുവിടുന്നു. അപ്പൊ ഓക്സിജനെ പുറത്തുവിടുന്ന എപ്പോഴാണ്? പ്രകാശ സംശ്ലേഷണ സമയത്താണ്. ആ സമയത്ത് പകലാണ്. പകല് മാത്രമാണ് ഓക്സിജനെ പുറത്തുവിടുന്നത്. രാത്രിയോ? രാത്രി ഓക്സിജനെ പുറത്തുവിടുന്നില്ല. പക്ഷേ രാത്രിയും പകലും സസ്യങ്ങളെ സംബന്ധിച്ച് നടക്കുന്ന പ്രക്രിയ ഏതാണ്? ഏതാ പ്രക്രിയ? കറക്റ്റ്, ശ്വസനമാണ് അല്ലെ. ശ്വസനം എന്ന പ്രക്രിയയാണ് രാത്രിയും പകലും നടക്കുന്നത്. ശ്വസന സമയത്ത് എന്താ ചെയ്യുന്നത്? ശ്വസന സമയത്ത് നമ്മളെ പോലെ തന്നെ ഓക്സിജനെ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. ഓക്സിജനെ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്ത് ഓക്സിജനെ പുറന്തള്ളുമ്പോൾ ശ്വസനത്തിൽ ഓക്സിജനെ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. ശ്വസനം എന്ന് പറയുന്നത് രാവിലെ നടക്കുന്നുണ്ട്, രാത്രി നടക്കുന്നുണ്ട്. അപ്പൊ രാത്രി നമ്മൾ മുറിക്കകത്ത് വെക്കുന്ന ഒരു ചെടിയില് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറന്തള്ളുന്നത്. മുറിയില് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം വളരെ കൂടുതലായി പോകുന്നതുകൊണ്ടാണ് അടച്ചിട്ട മുറിയിൽ അല്ലെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ അടച്ചിട്ട മുറിയിൽ ചെടികൾ സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാറില്ലേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, അത് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇവിടെ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഹരിതകവും ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന രീതിയാണ് പ്രകാശ സംശ്ലേഷണം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അവതല ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുന്ന കണ്ണിന്റെ ഒരു ന്യൂനത ഏതാണ്? അവതല ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺകേവ് ലെൻസ് ആണ് അവതല ലെൻസ്. അപ്പൊ കോൺകേവ് ലെൻസ് ആണ് അവതല ലെൻസ്. നമ്മൾ ഹ്രസ്വദൃഷ്ടി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ, ഷോർട്ട് സൈറ്റ്. അപ്പൊ ഹ്രസ്വദൃഷ്ടി എന്താന്ന് നോക്കാം. നമ്മുടെ കണ്ണില് 3 ലെയർ ഉണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ ലെയർ ആണ് റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം എന്ന് പറയുന്നത്. അവിടെയാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്. അപ്പൊ കണ്ണിന് നീളം കൂടി എന്ന് വിചാരിക്കാം. കണ്ണിന് നീളം കൂടുന്ന സമയത്ത് കണ്ണിന് നീളം കൂടിക്കഴിഞ്ഞാൽ പ്രതിബിംബം എവിടെ ഫോം ചെയ്യും? പ്രതിബിംബം നേരെ ഫ്രണ്ടില്, റെറ്റിനയിൽ വരുന്നതിന് പകരം ഫ്രണ്ടിൽ വരും. ഇതിനെയാണ് നമ്മൾ നിയർ സൈറ്റഡ്നെസ്, ഷോർട്ട് സൈറ്റഡ്നെസ്, ഹ്രസ്വദൃഷ്ടി, മയോപ്പിയ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് അവതല ലെൻസ് ആണ്. അപ്പൊ ഹ്രസ്വദൃഷ്ടി, ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ് എന്നൊക്കെ പറയുന്ന മയോപ്പിയയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് അവതല ലെൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവതല ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുന്ന കണ്ണിന്റെ ന്യൂനതയാണ് മയോപ്പിയ അഥവാ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഫെബ്രുവരി 2, ഒക്ടോബർ 7, നവംബർ 7, ഡിസംബർ 14. ഏത് ദിവസമാണ് ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്? ഏത് ദിവസമാണ് ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്? എല്ലാവർക്കും അറിയാം, നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡിസംബർ 14. നാഷണൽ എനർജി കൺസർവേഷൻ ഡേ എന്ന് പറയുന്നത് ഡിസംബർ 14 ആണല്ലേ. ഇന്ത്യയിലെ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ആണ് ഈ ദിനം ആചരിക്കാനായിട്ട് നേതൃത്വം നൽകുന്നത്. അതായത് എങ്ങനെ ഊർജത്തിന്റെ പ്രാധാന്യം, ഊർജ സംരക്ഷണത്തിന്റെ പ്രാധാന്യം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ദിവസം ആചരിക്കുന്നത്. നാഷണൽ എനർജി കൺസർവേഷൻ ഡേ അഥവാ ദേശീയ ഊർജ സംരക്ഷണ ദിനം ആചരിക്കുന്നത് ഡിസംബർ 14. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. പൂർണ്ണമായും സൗരവൈദ്യുതി ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം. നമ്മൾ
സൗരയൂഥം അല്ലെങ്കിൽ സൂര്യനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായ ചോദ്യമാണ് പൂർണ്ണമായും സൗരവൈദ്യുതി ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം തിരുവനന്തപുരം ആണോ, കൊച്ചിയാണോ, കോഴിക്കോടാണോ, കണ്ണൂരുകാരാണോ, ഇതിൽ ആർക്കാണ് അഭിമാനിക്കാനാവുന്നത് നമുക്ക് നോക്കാം. ആർക്കാ? നിങ്ങൾക്ക് തന്നെ അറിയാം. ആർക്കാണ്? കൊച്ചി അല്ലേ? കൊച്ചിയാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് സിയാൽ ആണ് ലോകത്തിലെ ആദ്യമായിട്ട് പൂർണ്ണമായും സൗരവൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം എന്ന് പറയുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാല് സൗരോർജം സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ എനർജി കൺസർവേഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമാണ്. കൊച്ചിയിലെ ഇന്റർനാഷണൽ എയർപോർട്ടാണ് നമ്മുടെ സൗരവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ സൗരവൈദ്യുതി ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിന് സ്ഥിരകാഠിന്യം ഉണ്ടാക്കുന്ന വസ്തു ഏത്? സാർവത്രിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ് ജലത്തിനെ അറിയപ്പെടുന്നത്. പ്രാമാണിക ലായനം എന്നറിയപ്പെടാറുമുണ്ട്. ആദാമിന്റെ മദ്യം എന്നറിയപ്പെടുന്ന ജലം. അങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന ഈ ജലം എന്ന് പറയുന്നത് ജലത്തിന് കാഠിന്യം ഉണ്ട് അല്ലെ. അപ്പൊ ജലത്തിന്റെ കാഠിന്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കാൽസ്യം, മഗ്നീഷ്യം സാൾട്ടുകളുടെ സാന്നിധ്യമാണ്. അപ്പൊ കാഠിന്യം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാവാം. താൽക്കാലിക കാഠിന്യവുമാവാം, സ്ഥിര കാഠിന്യവുമാവാം. താൽക്കാലിക കാഠിന്യം എന്ന് പറയുന്നത് കാൽഷ്യം, മഗ്നീഷ്യം, ബൈകാർബണേറ്റുകളാണെങ്കിൽ സ്ഥിര കാഠിന്യം എന്ന് പറയുന്നത് കാൽസ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് ക്ലോറൈഡ്, മെയിൻലി സൾഫേറ്റ് ക്ലോറൈഡ് എന്ന് നമുക്ക് പറയാം. താൽക്കാലിക കാഠിന്യം എന്ന് പറയുന്നത് തിളപ്പിച്ച് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റുന്നതാണ് താൽക്കാലിക കാഠിന്യം. പക്ഷെ തിളപ്പിച്ചാലും നീക്കം ചെയ്യാൻ പറ്റാത്തതാണ് എന്ത് പറഞ്ഞത്? നമ്മുടെ സ്ഥിരകാഠിന്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ജലത്തിന്റെ സ്ഥിരകാഠിന്യത്തിന് കാരണം ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണോ? ഉപ്പാണോ? ഉപ്പല്ല അല്ലെ. സോഡിയം ക്ലോറൈഡ് അല്ല. സോഡിയം കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, കാൽസ്യം സൾഫേറ്റ്. ഞാൻ പറഞ്ഞു തരുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സോഡിയം ക്ലോറൈഡ് അല്ല, കാൽസ്യം ബൈകാർബണേറ്റ് താൽക്കാലിക കാഠിന്യം ഉണ്ടാക്കാണ്. കാൽസ്യം സൾഫേറ്റ് ആണ് ജലത്തിന് സ്ഥിരമായ കാഠിന്യം ഉണ്ടാക്കുന്നത്. കാൽസ്യം സൾഫേറ്റ്. അടുത്ത ചോദ്യം, ഒരു മുഖ്യവിള, ഒരു മെയിൻ ആയിട്ടുള്ള ക്രോപ്പ്, അതിന്റെ ഇടയിൽ കൂടെ മറ്റു വിളകൾ കൂടി കൃഷി ചെയ്യുന്ന രീതിയാണ് വിളപര്യനം, ഇടവിള കൃഷി, സമ്മിശ്ര കൃഷി, സംയോജിത കൃഷി എന്ന് പറയുന്നത്. ഒരു മെയിൻ ആയിട്ടുള്ള ക്രോപ്പ് ഉണ്ടാവും, അതിന്റെ ഇടയിൽ കൂടെ വേറെ കുറച്ച് ക്രോപ്പുകളോടൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇടവിള കൃഷി അഥവാ ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ലാൻഡ് എന്ന് പറയില്ലേ, ഭൂമിയുടെ ഉപയോഗത്തിന്റെ കാര്യക്ഷമത ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാനും അതുപോലെ പോഷകങ്ങളുടെയും ജലത്തിന്റെയും ഉപയോഗം മെച്ചപ്പെടുത്താനും നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും ഒക്കെ ഉള്ള മാർഗമാണ് എല്ലാ കാര്യത്തിലും. കീടരോഗ നിയന്ത്രണത്തിലാണെങ്കിലും എന്ത് വളങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ആദായകരമായ ഒന്നുകൂടിയാണ് ഈ പറഞ്ഞ കൃഷി എന്ന് പറയുന്നത്, ഇടവിള കൃഷി അഥവാ ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. വിളപര്യനം എന്ന് പറഞ്ഞാൽ ക്രോപ്പ് റൊട്ടേഷൻ, ഓരോ സീസണിലും വേറെ 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 വിളകൾ ചെയ്യുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. മിക്സഡ് ക്രോപ്പിംഗ് ആണ് സമ്മിശ്ര കൃഷി. ഒരേ സ്ഥലത്ത് പല വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യുന്നതാണ്, പക്ഷെ പ്രത്യേകമായിട്ട് നിരകളൊന്നുമില്ല. ഇതിനോടൊപ്പം തന്നെ മൃഗസംരക്ഷണം, മത്സ്യകൃഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? ഉത്തരം ഇടവിള കൃഷി അല്ലെ. ഒരു മുഖ്യ വിളക്കിടയ്ക്ക് മറ്റുള്ള കൃഷികൾ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഇടവിള കൃഷി, ഇന്റർ ക്രോപ്പിംഗ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, അടുത്തിടയിലെ കുറച്ചു കാലമായി മരിച്ച സുന്ദർലാൽ ബഹുഗുണ ഏത് പരിസ്ഥിതി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളാണ്? ഗ്രീൻ പീസ്, ചിപ്കോ പ്രസ്ഥാനം, നർമ്മദ ബചാവോ ആന്തോളൻ, എപ്പിക്കോ പ്രസ്ഥാനം. എല്ലാവർക്കും അറിയാം സുന്ദർലാൽ ബഹുഗുണയെ കുറിച്ച്. പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മറക്കാനാവാത്തൊരു വ്യക്തിത്വമാണ് സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്നത് അല്ലെ. സുന്ദർലാൽ ബഹുഗുണയും ചിപ്കോ പ്രസ്ഥാനം ജനങ്ങളുടെ സജീവ പങ്കാളത്തോടുകൂടി നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ എടുത്തൊരു മൂവ്മെന്റ് ആയിരുന്നു ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശസ്തനായ പരിസ്ഥിതി പ്രവർത്തകനാണ് സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്നത്. ഹിമാലയൻ വനസംരക്ഷണത്തിനായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ പ്രശംസനാർഹമാണ്. നമ്മൾ അവിടുത്തെ ഗ്രാമീണർ, അതായത് ജനപങ്കാളിത്തോടുകൂടി ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ഗ്രാമീണർ മരങ്ങളെ കെട്ടിപ്പിടിച്ച് നടത്തിയ ഒരു സമരം കൂടിയാണിത്. ഇക്കോളജി ഈസ് പെർമനന്റ് എക്കണോമി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം കൂടി അദ്ദേഹത്തിൻ്റെതായതുകൊണ്ട് ഗ്രീൻ പീസ് സംഘടനയല്ല, നർമ്മദ ബചാവോ ആന്തോളൻ മേധാ പട്കർ ആണ്. അപ്പിക്കോ പ്രസ്ഥാനത്തിനും ഇതുമായി ബന്ധമില്ല. അപ്പൊ ചിപ്കോ പ്രസ്ഥാനമാണ് കറക്റ്റ് ആൻസർ. ചിപ്കോ.
15ാമത്തെ ചോദ്യം, സിക്ക വൈറസ് രോഗം പരത്തുന്ന കൊതുക് ഇനം ഏതാണ്? നമുക്ക് പലപ്പോഴും അറിയാം, ചില ജീവികളുടെ ജീവിതചക്രം പൂർത്തിയാവുന്നത് ഒന്നിലായിരിക്കും, മറ്റു ചില ജീവികളുടെ ജീവിതചക്രം പൂർത്തിയാവുന്നത് രണ്ടെണ്ണത്തിലായിരിക്കും. ഒന്ന് പ്രൈമറി ഹോസ്റ്റ്, പ്രാഥമിക ആതിഥേയനം, മറ്റേത് ദ്വിതീയ ആതിഥേയനം. ഉദാഹരണത്തിന് മലേറിയയുടെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ മനുഷ്യനിലും ഫീമെയിൽ അല്ലെങ്കിൽ പെൺ കൊതുകുകളുമാണ്, പെൺ അനോഫിലസ് മൊസ്കിറ്റോയിലുമാണ്, കൊതുകുകളിലുമാണ് ഇവരുടെ ജീവിതചക്രം പൂർത്തിയാവുന്നത്. അങ്ങനെയുള്ളവരെ നമ്മൾ ഡൈജനറ്റിക് എന്ന് പറയും, രണ്ടാളിലാണെങ്കിൽ. ഒരാളാണെങ്കിൽ മോണോജനറ്റിക് എന്ന് പറയും. സിക്ക വൈറസ് രോഗം പരത്തുന്ന കൊതുകിനം ഏതാണ്? ക്യൂലെക്സ്, അനോഫിലസ്, ഈഡിസ്, മാൻസോണി. സിക്ക വൈറസ് പരത്തുന്ന ട്രാൻസ്മിറ്റ് ഏത് കൊതുവിന്റെ ഗുണം കൊണ്ടാണ് നമുക്ക് ഇത് കിട്ടുന്നതാണ് ചോദ്യം. ഗുണം കൊണ്ടെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. ഈഡിസ് ഈജിപ്തി. സിക്ക വൈറസ് ആരാ ഉണ്ടാക്കുന്ന? ഈഡിസ് ഈജിപ്തി. സാങ്ക്യുവോറസ് ആണ്, രക്തം കുടിക്കുന്ന ആൾക്കാരാണ്. ഇത് കൂടാതെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ എല്ലാം ഉണ്ട്. അപ്പൊ ഈഡിസ് എന്ന് പറയുന്ന കൊതുക് ചില്ലറക്കാരനൊന്നുമല്ല, അത്യാവശ്യം നല്ലോണം അസുഖങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരാളാണ് ഈഡിസ് ഈജിപ്തി. മലേറിയ ഉണ്ടാക്കുന്ന ആരാ? അനോഫിലസ് ആണ്, പറയാറുണ്ട് അല്ലെ. MAN, M മലേറിയ, AN അനോഫിലസ്. എല്ലാത്തിലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പെൺകൊതുകുകളാണ് ചോര കുടിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഓർത്തു വെച്ചേക്കണം കേട്ടോ. സിക്ക വൈറസ് ഒക്കെ ജനിക്കുന്ന ഗർഭിണികൾക്കൊക്കെയാണ് വരുന്നതെങ്കിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രോഗം കൂടിയാണ് സിക്ക വൈറസ് രോഗം എന്ന് പറയുന്നത്. ഈഡിസ് ആണ് സിക്ക വൈറസ് രോഗം പരത്തുന്ന കൊതുക് എന്ന് പറയുന്നത്. ഭക്ഷ്യവസ്തുക്കൾക്ക് കൃത്രിമമായ മഞ്ഞ നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? കാർമോസിൻ, എരിത്രോസിൻ, ടാർട്ടാസിൽ, ഇൻഡിഗോ കാർമൈൻ. ഏതാണ്? ഭക്ഷ്യവസ്തുക്കൾക്ക് കൃത്രിമ നിറം. നമുക്കറിയാം, ഭക്ഷ്യവസ്തുക്കൾ കൃത്രിമ നിറം നൽകുമ്പോൾ പലപ്പോഴും അത് പല രോഗങ്ങൾക്കും കാരണമാവും അല്ലെ. ടാർട്ടാസിൻ എന്ന് പറയുന്നതാണ് ഒരു കൃത്രിമമായ മഞ്ഞ വർണ്ണവസ്തു. ഭക്ഷ്യവസ്തുക്കൾക്ക് നിറം നൽകാൻ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന അസോഡൈ വിഭാഗത്തിൽപ്പെട്ടതാണിത്. നമ്മൾ കുടിക്കുന്ന ചില പാനീയങ്ങള്, ക്യാൻഡി, ജെല്ലി, ഐസ്ക്രീം, ബേക്കറി, ഇങ്ങനത്തെ കളറൊക്കെ നല്ല കളറായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനകത്ത് ഇതിങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടുണ്ടെന്നാണ്. ചുവപ്പ് കളറൊക്കെ ഇട്ടാണെങ്കിൽ കാർമോസിൻ ചേർക്കും. അപ്പൊ അങ്ങനെ എരിത്രോസിലാണെങ്കിലും പിങ്ക്, ചോപ്പ്, ഇൻഡിഗോ കാർമൈൻ, നീല കളറ്. അപ്പോൾ ഇതിനകത്ത് പലപ്പോഴും പല രാജ്യങ്ങളിലും നിയന്ത്രിച്ചിട്ടുള്ള ഒന്നും കൂടിയാണ് ഈ ടാർട്ടാസിൽ എന്ന് പറയുന്നത്. ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നുകൂടിയാണ്. എന്നാലും ഭക്ഷ്യവസ്തുക്കൾക്ക് കൃത്രിമമായ നിറം കൊടുക്കാൻ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് കഴിയുമെങ്കിൽ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പ്രത്യേകിച്ചും EVS ഒക്കെ പഠിക്കുന്ന, സയൻസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഇതൊക്കെ ഉപേക്ഷിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്താൽ മതി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട്, ആരോഗ്യമുള്ളൊരു ജനത ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന 2ാം വർഗ ഉത്തോലകങ്ങൾ മാത്രം അടങ്ങിയ ഗ്രൂപ്പ് ഏതാണ്? നിങ്ങൾ ഇവിടെ ഇത് പഠിക്കുമ്പോൾ FRE എന്നൊരു വാക്ക് പഠിക്കുക കേട്ടോ. FRE, ഫൾക്രം, റെസിസ്റ്റൻസ്, എഫേർട്ട്. ഇത് മൂന്നുമാണ് ഉത്തോലകങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുന്നത്. ഫൾക്രം, റെസിസ്റ്റൻസ്, എഫേർട്ട്. ഇതില് ധാരം, രോധം, യജ്ഞം. യജ്ഞം എന്ന് പറയുന്നതാണ് എഫേർട്ട്, ധാരം, രോധം എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസ്, ധാരം എന്ന് പറയുന്നതാണ് ഫൾക്രം. ഇതില് F നടുക്ക് വന്നാൽ അത് 1ാം വർഗ ഉത്തോലകം. 6 നടുക്ക് വന്നാൽ അത് 2ാം വർഗ ഉത്തോലകം. ഈ നടുക്ക് വന്നാൽ അത് 3ാം വർഗ ഉത്തോലകം. അപ്പൊ ഉത്തോലങ്ങൾ അല്ലെങ്കിൽ ലിവേഴ്സിനെ 3ആയി ഡിവൈഡ് ചെയ്യാം. 1ാം വർഗം, 2ാം വർഗം, 3ാം വർഗ ഉത്തോലകങ്ങൾ. FRE, ഫൾക്രം, റെസിസ്റ്റൻസ്, എഫേർട്ട്. എഫേർട്ട് എന്ന് പറയുന്ന യജ്ഞം, രോധം എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, R, ധാരം എന്ന് പറയുന്ന ഫൾക്രം, F. അപ്പൊ ഇതിനകത്ത് നോക്കിയാൽ കത്രിക, സിസോ, പാക്ക് വെട്ടി, കട്ടിംഗ് പ്ലെയർ, ചെരുവുതലം, നാരങ്ങ ഞെക്കി, പാക്ക് വെട്ടി, നാരങ്ങ ഞെക്കി, കൊടിൽ, ഒറ്റച്ചക്രവണ്ടി, പാക്ക് വെട്ടി, നാരങ്ങ ഞെക്കി. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം 6 നടുക്ക് വരുന്നത് ഏതിലാണ്? ഒറ്റച്ചക്രവണ്ടി, പാക്ക് വെട്ടി, നാരങ്ങ ഞെക്കി. 1ാം വർഗ ഉത്തോലകം. ഓക്കെ, നിങ്ങൾ അതും പഠിച്ചോളൂ കേട്ടോ. ഏതൊക്കെയാണ് ഉത്തോലകങ്ങൾ, ഏതൊക്കെ 1ാം വർഗത്തിൽ വരും, ഏതൊക്കെ 2ാം വർഗത്തിൽ വരും, ഏതൊക്കെ 3ാം വർഗത്തിൽ വരും എന്നുള്ളത് ഓർത്തു വെച്ചോളാം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ മാംസ്യത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? കണ, മരാസ്മസ്, സ്കർവി, സിറോഫ്താൽമിയ. കണ എന്ന് പറയുന്നത് ജീവകം ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ എന്ന് പറയുന്നത്. റിക്കറ്റ്സ്, കുട്ടികളുടെ കാലൊക്കെ ഇങ്ങനെ ബോ പോലെ വളഞ്ഞു വരുന്ന അസുഖമാണ് കണ എന്ന് പറയുന്നത്. സ്കർവി എന്ന് പറയുന്നത് അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്. നാവികരുടെ പ്ലേഗ് എന്നാണ് സ്കർവി അറിയപ്പെടുന്നത്.
സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ എ, വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്നതാണ് സിറോഫ്താൽമിയ. സാധാരണഗതിയിൽ വൈറ്റമിൻ എയുടെ അപര്യാപ്തത ഉണ്ടാക്കുന്ന രോഗമാണ് നിശാന്തത എന്ന് പറയുന്നത്, നിശാന്തത. എന്നാൽ വൈറ്റമിൻ എ ഒരുപാട് കാലം ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് സിറോഫ്താൽമിയ. ഡ്രൈ ആവുന്ന അവസ്ഥ, കണ്ണ് ഡ്രൈ ആവുകയും അധികം വൈകാതെ അത് അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ കുറവ് നിശാന്തതയാണ് ഉണ്ടാക്കുക. എന്നാൽ പ്രൊലോങ്ഡ് ആയിട്ട് ഒരുപാട് കാലത്തേക്ക് നീണ്ടാൽ ഇത് സിറോഫ്താൽമിയ ഉണ്ടാക്കും. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത അല്ലെങ്കിൽ അസ്കോർബിക് അമ്ലത്തിന്റെ അപര്യാപ്തത സ്കർവി, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി ഉണ്ടാക്കുമ്പോൾ കണ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത കൊണ്ടാണ്. മാംസ്യത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് മരാസ്മസ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1976, 1986, 1996, 2016. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കേട്ടിട്ടുണ്ടോ? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിക്ക് ശേഷം, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ 1986 നവംബർ 19 ഇത് വന്നത്. അപ്പൊ ഇവിടെ ആൻസർ 1986. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമല്ലാത്തത്. നമുക്ക് ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം എന്ന് പറഞ്ഞാൽ വയൽ, അക്വേറിയം, വലിയ ആൽമരം, മൃഗശാല. ഇതിൽ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഇതിനകത്ത് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ജീവി സ്വാഭാവികമായി ജീവിക്കുന്ന അതിന്റെ ചുറ്റുപാടുകളെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതിൽ ഭൗതിക, ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ജീവി ജീവിക്കുന്ന സ്വാഭാവികമായ ചുറ്റുപാടിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. വയൽ ഒരു സ്ഥലമാണ്, ജീവികൾക്ക് ആവാസ വ്യവസ്ഥയായി പ്രവർത്തിക്കുന്നു. അക്വേറിയം മനുഷ്യനാൽ നിർമ്മിതമാണ്, പക്ഷെ അതൊരു ആവാസ വ്യവസ്ഥയാണ്. കൃത്രിമ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് അക്വേറിയം എന്ന് പറയുന്നത്. വലിയൊരു വൃക്ഷം, ആ വൃക്ഷം ശരിക്കും പറഞ്ഞ ഒരു സ്വതന്ത്രമായ ആവാസ വ്യവസ്ഥയുടെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ അതിന്റെ ചുറ്റുപാടുകളൊക്കെ കണക്കിലെടുത്താൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ആവാസ വ്യവസ്ഥയായിട്ട് കണക്കാക്കാം. സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ അല്ലാത്തത് മനുഷ്യനിർമ്മിതമായ ഒന്നാണ് മൃഗശാല എന്ന് പറയുന്നത്. അവിടെ വേണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയായിട്ട് കണക്കാക്കാതെ ഇരിക്കാം. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് മൃഗശാല വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. അപ്പൊ 2 വരും അല്ലെ. രണ്ടാമത്തേത് അക്വേറിയം, അത് വരില്ല. അപ്പൊ വലിയ ആൽമരം, അതിന്റെ ചുറ്റുപാടുകളെ കൂടെ കണക്കിലെടുത്താലാണ് നമുക്ക് സ്വാഭാവിക ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ് ഉത്തരം. വലിയ ആൽമരവും മൃഗശാലയും. ഇവിടെ നിങ്ങൾ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയും അതുപോലെ കൃത്രിമമായ ആവാസ വ്യവസ്ഥയും കൂടെ ഓർക്കുക. പോണ്ട്, കുളം എന്ന് പറയുന്നത് ഒരു പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയാണ്. അതേസമയം അക്വേറിയം എന്ന് പറയുന്നതോ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലെ, ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ കൃത്രിമമായ ആവാസ വ്യവസ്ഥയാണ്. ഇതൊന്ന് ഓർത്തു വെച്ചേക്കുക കേട്ടോ. റേച്ചൽ കാഴ്സിന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി കാരണം അമേരിക്കയിൽ നിരോധിക്കപ്പെട്ട കീടനാശിനി ഏതാണ്? BHC, മാലത്തിയോൺ, DDT, എൻഡോസൾഫാൻ. നമ്മൾ കുറേ കാലങ്ങളായിട്ട് കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പലയിടത്തായിട്ട് കണ്ടിട്ട് വന്നിട്ട് ഒന്നാണ് ഈ പറഞ്ഞ റേച്ചൽ കാഴ്സിന്റെ സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം എന്ന് പറയുന്നത്. 1962 സെപ്റ്റംബർ 27 ആദ്യത്തെ പ്രതി ഉണ്ടായത്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ DDT പോലുള്ള മാരകമായ കീടനാശിനികൾ പരിസ്ഥിതിയിൽ എന്തൊക്കെമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷികൾ ഇല്ലാതാവുന്ന ഒരു കാലം, അല്ലെങ്കിൽ പക്ഷികൾ പാടാതാവുന്ന ഒരു കാലം. അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നത്, നിശബ്ദ വസന്തം എന്ന് പറഞ്ഞ പേര് വന്നത്. അപ്പോ ഇതിനകത്ത് ഇൻസെക്ട് ബോംബ് എന്നായിരുന്നു DDT അറിയപ്പെട്ടിരുന്നത്. ഈ DDT തെളിക്കുമ്പോൾ അത് പരിസ്ഥിതിയുടെ നാശങ്ങൾക്ക് ആക്കം കൂട്ടിയപ്പോഴാണ് ഈ പറഞ്ഞ ഒരു പുസ്തകത്തിന്റെ പിറവി ഉണ്ടായത്. ആ പുസ്തകം എഴുതിയത്, സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ റേച്ചൽ കാഴ്സ് ആണ്. ഇതനുസരിച്ച് 1972 DDT ഉൾപ്പെടെയുള്ള കുറെ കീടനാശിനികൾ അമേരിക്കയിൽ നിരോധിക്കപ്പെട്ടു. അപ്പൊ റേച്ചൽ കാഴ്സിന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി കാരണം അമേരിക്കയിൽ നിരോധിക്കപ്പെട്ട കീടനാശിനിയാണ് DDT. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ മത്സ്യ ഇനത്തിൽ പെടാത്തത് ഏത്? സക്കർ ഫിഷ്, തിരണ്ടി, ചെമ്മീൻ, ആരൽ. ഉത്തരം ചെമ്മീനാണ്. കാരണം ചെമ്മീൻ ഒരു മീനല്ല. ചെമ്മീൻ എന്ന് പറയുന്നത് അക്കശേരുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആർത്രോപോഡ. ആർത്രോ എന്ന് പറഞ്ഞാൽ ജോയിന്റ്, പോഡ എന്ന് പറഞ്ഞാൽ കാല്. അത്രയും വിശദമായിട്ട് നമുക്ക് പഠിക്കാനൊന്നും ഇല്ലെങ്കിലും ആർത്രോപോഡ എന്ന് പറയുന്നത് ജോയിന്റഡ് ആയിട്ടുള്ള കാലുകളുള്ള വിഭാഗത്തിൽപ്പെട്ട ജീവികളാണ്. ചെമ്മീന്, ഞണ്ട്, സ്കോർപിയോ, തേള്,
മില്ലിപ്പീഡ്, സെന്റിപ്പീഡ്, ഈ പറഞ്ഞ എല്ലാ ഷഡ്പദങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് ആർത്രോപോഡ. അതിനകത്തപ്പം ചെമ്മീനും ഉൾപ്പെടുന്നതുകൊണ്ട് ചെമ്മീൻ എന്ന് പറയുന്നത് മത്സ്യവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരല്ല. മത്സ്യം എന്ന് പറയുന്നത് എന്താണ്? മത്സ്യം എന്ന് പറയുന്നത് കശേരുകിയാണ്. ചെമ്മീൻ എന്ന് പറയുന്നത് അകശേരുകിയാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ചെമ്മീൻ. ഏതിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് പെഡോളജി? മണ്ണ്, ജലം, പർവ്വതം, ഫോസിൽ. ഇതിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് പെഡോളജി എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ചാണ് പെഡോളജി എന്ന് പറയുന്നത്. പെഡോളജി കേട്ടിട്ടുണ്ടാവും അല്ലെ? പെഡോളജി പറഞ്ഞേ, ഉത്തരം പറഞ്ഞേ. എന്താ മിണ്ടാതിരിക്കണം? ഉത്തരമൊക്കെ പറഞ്ഞേ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള നമുക്കുള്ള ടോപ്പിക്കാണ്, നമുക്ക് അറിയാവുന്ന ടോപ്പിക്കാണ്. പെഡോളജി എന്ന് പറഞ്ഞാൽ സയന്റിഫിക് സ്റ്റഡി ഓഫ്, ശാസ്ത്രീയമായ പഠനമാണ്. കറക്റ്റ്. മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് പെഡോളജി എന്ന് പറയുന്നത്. മണ്ണ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, മണ്ണിന്റെ കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഉൾപ്പെടുന്നൊന്നാണ് പെഡോളജി. പെഡോളജി, പെഡോൺ, PEDON, പെഡോൺ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡ് ആണ്. അതിന്റെ അർത്ഥം മണ്ണ് എന്നാണ്. അപ്പോൾ മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറപ്പെടുവിക്കുന്ന ഓക്സിജൻ രൂപപ്പെടുന്നത് ഏത് അസംസ്കൃത വസ്തുവിൽ നിന്നാണ്? ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്. അറിയാം, ജലം എന്ന് പറയുന്നത് H2O ആണല്ലേ. H2Oയിലെ ഓക്സിജൻ ആണ് വിഘടിക്കുന്നത്, അല്ലെങ്കിൽ H2O വിഘടിച്ചാണ് ഓക്സിജൻ ആവുന്നത്. അപ്പോ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ ഉണ്ടാവുന്നത് ജലം എന്ന വസ്തുവിൽ നിന്നാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. വൈറസ് രോഗങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. പ്രത്യേകിച്ച് പറയേണ്ട, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ചിക്കൻ പോക്സ് വൈറസ് രോഗമാണ് അല്ലെ. കോളറ, ടൈഫോയിഡ്, ചിക്കൻ പോക്സ്. അതിനകത്ത് കോളറ എന്ന് പറയുന്നത് ബാക്ടീരിയൽ രോഗമാണ്, അപ്പൊ അതിനകത്ത് പെടില്ല. ടൈഫോയിഡ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ രോഗമാണ്, അതിനകത്ത് പെടില്ല. വസൂരി എന്ന് പറയുന്ന വൈറൽ രോഗമാണ്. ജലദോഷം എന്ന് പറയുന്ന വൈറൽ രോഗമാണ്. ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് വൈറൽ രോഗമാണ്. മലേറിയ ഒരു പ്രോട്ടോസോവൻ ഡിസീസ് ആണ് അല്ലെ. മലേറിയ ഒരു പ്രോട്ടോസോവൻ ഡിസീസ് ആണ്. ഡെങ്കിപ്പനി എന്ന് പറയുന്നത്, അപ്പൊ അതിനെ നമുക്ക് കളയാം. കോളറ ഒരു ബാക്ടീരിയൽ ഡിസോർഡർ ആണ്, അതിനെയും കളയാം. വൈറസ് രോഗങ്ങളെ കുറിച്ച് പഠിക്കാൻ ഞാൻ പറഞ്ഞു തന്നു, എന്തൊക്കെയാണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടെ പറയാം വൈറൽ രോഗങ്ങളെ കുറിച്ച്. ഡെങ്കു ഫീവർ, യെല്ലോ ഫീവർ, സാഴ്സ്, സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരി, പോളിയോ, ജലദോഷം, മീസിൽസ് അല്ലെങ്കിൽ അഞ്ചാം പനി അല്ലെങ്കിൽ മണ്ണൻ, ചപ്പട്ട എന്നൊക്കെ അറിയപ്പെടുന്ന രോഗം, അരിമ്പാറ, എയ്ഡ്സ്, ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ, ഹെർപ്പിസ്, ഹെപ്പറ്റൈറ്റിസ്, എബോള, മുണ്ടിനീര്, പന്നിപ്പനി, പക്ഷിപ്പനി, പേവിഷബാധ, അതുപോലെ ഇൻഫ്ലുവൻസ, റുബല്ല അല്ലെങ്കിൽ ജർമ്മൻ മീസൽസ്, ജപ്പാനീസ് എൻസെഫലൈറ്റിസ്, നിപ്പ, കൊറോണ, മങ്കി പോക്സ്, അതുപോലെ തക്കാളിപ്പനി എന്നൊക്കെ പറയുന്നത് വൈറൽ രോഗങ്ങളാണ്. ഈ പറഞ്ഞ ഏത് വന്നാലും വൈറൽ രോഗങ്ങളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. താഴെ പറയുന്നവർ വിഘാടകരുടെ ഗണത്തിൽ പെടുന്ന ഏതാണ്? നമ്മളൊരു ഫുഡ് സൈക്കിൾ അല്ലെങ്കിൽ ഭക്ഷ്യ ശൃംഖല വരയ്ക്കുമ്പോൾ പുല്ല് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗണമാണ്. അതായത് ഒന്നാമത്തെ ട്രോഫിക് തലമാണ്. വിവിധ തലങ്ങളുണ്ട്, അതിൽ ഒന്നാമത്തെ ട്രോഫിക് തലമാണ് പുല്ല് എന്ന് പറയുന്നത് ആഹാരം പാകം ചെയ്യാൻ കഴിവുള്ള ഉൽപാദകരാണ് അല്ലെങ്കിൽ സ്വപോഷികളാണ്. അതിനെ ആഹാരമാക്കുന്ന ആദ്യത്തെ ഉപഭോക്താവ് എന്ന് പറയുന്നത് പുൽച്ചാടിയാണ്. പുൽച്ചാടി എന്ന് പറയുന്നത് ആദ്യത്തെ ഉപഭോക്താവാണെങ്കിലും രണ്ടാമത്തെ ട്രോഫിക് തലമാണ്. ഒന്നാമത്തെ ട്രോഫിക് തലം സസ്യങ്ങളാണ്, ആഹാരം പാകം ചെയ്യാൻ കഴിയുന്ന ഉൽപാദകർ അല്ലെങ്കിൽ സ്വപോഷികൾ എന്ന ഗ്രൂപ്പിൽപ്പെട്ടവർ. ഇനി പറയുന്ന എല്ലാവരും പരപോഷികളാണ് കേട്ടോ. ആഹാരത്തിനായി നേരിട്ടോ അല്ലാതെയോ സസ്യങ്ങളെ ആശ്രയിക്കുന്നവരാണ്. അപ്പോൾ ഇവരെ പുൽച്ചാടി, തവള എന്ന് പറയുന്നത് മൂന്നാമത്തെ ട്രോഫിക് തലമാണ്, രണ്ടാമത്തെ ഉപഭോക്താവാണ്. അത് കഴിഞ്ഞാൽ പാമ്പ് എന്ന് പറയുന്നത് 1, 2, മൂന്നാമത്തെ ഉപഭോക്താവാണ്, നാലാമത്തെ ട്രോഫിക് തലമാണ്. വിവിധ തലങ്ങളെയാണ് നമ്മൾ ട്രോഫിക് തലം എന്ന് പറയുന്നത്. ഇതൊക്കെ ചത്ത് മണ്ണടിയുമ്പോൾ ഇതിൽ പ്രവർത്തിക്കുന്നവരെയാണ് വിഘാടകർ എന്ന് പറയുന്നത്. വിഘാടകർ അപ്പോൾ മണ്ണിരയാണോ, റൊട്ടിപ്പൂപ്പാണോ, അല്ലെങ്കിൽ പ്ലാസ്മോഡിയം ആണോ, യുഗ്ലീനയാണോ, ഇതിനകത്ത് ആരാണ് വിഘാടകരുടെ ഗണത്തിൽപ്പെടുന്നത്? വിഘാടകരുടെ ഗണത്തിൽപ്പെടുന്ന ആരാണ്? വിഘാടകർ എന്ന് പറയുന്നത് ഇവര് വിഘടിക്കുന്ന ആൾക്കാരാണ്, വിഘടിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ വിഘടിപ്പിക്കുന്ന ആൾക്കാരാണ് വിഘാടകരുടെ കൂട്ടത്തിൽ പെടുന്നത്. വിഘടിപ്പിച്ച മണ്ണില് ഇവരുടെ പ്രവർത്തനം മൂലമാണ്. അവരെങ്ങനെ ചെറിയ ആൾക്കാരായിട്ട് പറയാനൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവര് വിഘടിപ്പിക്കുന്ന കൊണ്ടാണ് മണ്ണില് ഈ പറഞ്ഞ ശവശരീരങ്ങൾ അടിഞ്ഞുകൂടാത്തതും ഇത് മണ്ണില് നമുക്ക് ആവശ്യമുള്ള പല ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നതൊക്കെ ഈ വിഘാടകരുടെ പ്രവർത്തനം മൂലമാണ്. അപ്പൊ വിഘാടകരുടെ കൂട്ടത്തിൽ നമുക്ക് ആരെയൊക്കെ ഉൾപ്പെടുത്താന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്
ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് അല്ലെ. ഇതിനകത്ത് എർത്തുവം ഉൾപ്പെടാറുണ്ട്. അപ്പൊ എർത്തുവം എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ കൂട്ടത്തിൽ പെടുത്താം. ഇതിനകത്ത് പൂപ്പൽ അല്ലെങ്കിൽ ഫംഗൈ എന്നൊക്കെ പറയുന്ന പൂപ്പൽ എന്നൊക്കെ പറയുന്ന വിഭാഗവും ഇതിനകത്ത് ഉൾപ്പെടുത്താറുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് 2 ഉത്തരങ്ങൾ പറയാം. ഇങ്ങനെ 2 ഉത്തരങ്ങൾ തരില്ല, എന്നാലും നമുക്ക് കൂടുതൽ കറക്റ്റ് ആയിട്ട് മണ്ണിനെ ഉൾപ്പെടുത്താം, റൊട്ടിപ്പൂപ്പിനെ ഉൾപ്പെടുത്താം. ഇങ്ങനെ 2 ഓപ്ഷൻസ് തരാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടിനെയും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. പുല്ല് എന്ന് പറയുന്ന ഉൽപാദകരാണ്, പുൽച്ചാടി, തവള, പാമ്പ് എന്നൊക്കെ പറയുന്ന ഉപഭോക്താക്കളാണ്, വിവിധ ഘട്ടങ്ങളെയാണ് ട്രോഫിക് തലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? WWF, IUCN, ISBN, SPCA. നമുക്കറിയാം WWF എന്നൊക്കെ പറയുന്നത് എന്താണ്? വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് അല്ലെ. വേൾഡ് ലൈഫ് ഫണ്ട് ആണ് WWF. ഇതിനകത്ത് റെഡ് ഡേറ്റ ബുക്ക് ആരാ പ്രസിദ്ധീകരിക്കുന്നത്? IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഈ റെഡ് ഡേറ്റ ബുക്കിൽ പലതരം കളർ കോഡുകളാണ് ഉപയോഗിക്കുക. പലതരം കളർ കോഡുകൾ. ബ്ലാക്ക് ഉപയോഗിക്കാറുണ്ട്, അതായത് കൺഫേംഡ് ആണ്, എക്സ്റ്റിങ്ക്ട് ആയെന്ന് കൺഫേംഡ് ആയിട്ടുള്ളത്. എൻഡേഞ്ചർ സ്പീഷീസ് റെഡ് ഉപയോഗിക്കാറുണ്ട്. ഗ്രീൻ ആണെങ്കിൽ ഔട്ട് ഓഫ് ഡേഞ്ചർ ആയതിന് ഗ്രീൻ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ കളർ ഉപയോഗിച്ച് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും ജന്തുക്കളെയും രേഖപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത്. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന ആരാണ്? റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന IUCN ആണ്. IUCN എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അടുത്ത ചോദ്യം, രക്തത്തെ ഓക്സിജൻ സംവഹനത്തെ സഹായിക്കുന്ന ഒരു ധാതു ഘടകം ഏതാണ്? രക്തത്തെ ഓക്സിജൻ സംവഹനത്തെ സഹായിക്കുന്ന ഒരു ധാതു ഘടകം പൊട്ടാസ്യം ആണോ, അയൺ ആണോ, മഗ്നീഷ്യം ആണോ, സോഡിയം ആണോ? നമുക്ക് രക്തത്തിനെ ആരാ കൊണ്ടുപോകണമെന്ന് നോക്കിക്കളയാം അല്ലെ. രക്തത്തിനെ ആരാ കൊണ്ടുപോകണത്? രക്തത്തിനെ കൊണ്ടുപോകുന്ന ആളെ ഓക്സിജൻ ആണെങ്കിലും ശരി, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും ശരി, അതിനെ നമ്മൾ റെസ്പിറേറ്ററി ഗ്യാസസ് എന്ന് വിളിക്കാം. ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും നമ്മൾ റെസ്പിറേറ്ററി ഗ്യാസസിന്റെ കൂട്ടത്തിൽ പെടുത്തും. അപ്പോൾ അല്ലെങ്കിൽ ശ്വസനവാതകങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തും. ഇതിൽ ഓക്സിജൻ എന്ന് പറയുന്നത് ധാരാളമായി കാണുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ശ്വാസകോശം. അവിടെ വെച്ച് ഓക്സിജനെ കൊണ്ടുപോകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ ഓക്സിജനെ വഹിച്ചുകൊണ്ടുപോകുന്ന ഹീമോഗ്ലോബിൻ ആണ്. ശ്വാസകോശത്തിനകത്തുള്ള ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകുന്നത് ഈ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഹീമോഗ്ലോബിൻ ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ വഹിച്ചു കൊണ്ടുപോകുന്ന ഹീമോഗ്ലോബിൻ ആണ്. ഓക്സിജൻ കൂടുതലായി കാണപ്പെടുന്ന ശ്വാസകോശത്തിലാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായി കാണപ്പെടുന്ന കലകളിലാണ്. അപ്പൊ ഇവിടെ നിന്ന് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് ശ്വാസകോശത്തിൽ വെച്ച് ചേർന്ന് അത് രക്തത്തിൽ കൂടെ പോയി അതെവിടെ എത്തും? കലകളിലെത്തും. കലകളിലെത്തി കഴിയുമ്പോൾ അവിടെ ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ കാണുമ്പോൾ ഹീമോഗ്ലോബിന്റെ ഇളക്കമാണ് അവിടെ കൊടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തുകൊണ്ട് തിരിച്ചു വരും. അപ്പൊ ഹീമോഗ്ലോബിനാണ് പ്രധാനപ്പെട്ട വില്ലൻ. അപ്പൊ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാ? ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അയൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ അയൺ എന്ന് പറയുന്നതാണ് ഹീമോഗ്ലോബിനിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വരുമ്പോൾ ഓക്സിജൻ സംവഹനത്തിനും കാർബൺ ഡൈ ഓക്സൈഡ് സംവഹനത്തിനും സഹായിക്കുന്നത് ആരാണ്? അയണാണ്. ഹീമോഗ്ലോബിനിൽ അയൺ ആണ് കാണപ്പെടുന്നത്. അയണിന്റെ അപര്യാപ്തത കൊണ്ടാണ് നമുക്ക് വിളർച്ച എന്ന രോഗം ഉണ്ടാകുന്നത്, അല്ലെ അനീമിയ എന്ന രോഗം ഉണ്ടാകുന്നത്. അത് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ അയൺ കുറഞ്ഞു എന്നർത്ഥം. അയൺ കുറഞ്ഞ അതിന്റെ അർത്ഥം നമുക്ക് എന്തെന്ന് പറയാം? അയൺ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് അനീമിയ ഉണ്ട് അല്ലെങ്കിൽ വളർച്ചയുണ്ട്. കണ്ണൊക്കെ പിടിച്ച് നോക്കണ കണ്ടിട്ടില്ലേ? ഓക്കെ, നമ്മൾ ഇതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു അല്ലെ. ആ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ കറക്ഷൻ കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഡീകമ്പോസേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഡൗട്ട് ഉണ്ടായെന്ന് എനിക്കറിയാം. ഇങ്ങനെ 2 ഓപ്ഷൻ വന്നാൽ എന്ത് ചെയ്യും ചോദിച്ചാൽ കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം റൊട്ടിപ്പൂപ്പാണ്. അപ്പൊ നമുക്ക് ബ്രെഡ് മൗൾഡ് എന്ന് പറയുന്നത് ഡീകമ്പോസേഴ്സ് B ആണ് ഉത്തരം എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ, ഇങ്ങനെ വരികയാണെങ്കിൽ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. രക്തത്തെ ഓക്സിജൻ സംവഹനം സഹായിക്കുന്ന ധാതുഘടകമാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന അയൺ എന്ന് പറയുന്നത്. ജീവികളുടെ വർഗീകരണത്തിൽ ബാക്ടീരിയ ഉൾപ്പെടുന്ന വിഭാഗം ഏത്? നമ്മുടെ ജീവികളുടെ വർഗീകരണം എന്ന് പറയുന്നത് പലതരം വർഗീകരണം നടന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വർഗീകരണം എന്ന് പറയുന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. കാൾ ലിനേയസിന്റെ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ടാക്സോണമിക്കൽ ഹയറാർക്കി ഒക്കെ മാർക്ക് ചെയ്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് കാൾ ലിനേയസ്. അദ്ദേഹത്തിൻ്റെതായിരുന്നു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരുടെയാണ്? ഹെക്കലിന്റെ ആണ്. അത് കഴിഞ്ഞ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. കോപ്ലാൻഡിന്റെ 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. 2 കാൾ ലിനേയസ്,
3 ഹെക്കൽ, 4 കോപ്ലാൻഡ്, 5 ആണ് RH വിറ്റാക്കർ അല്ലെങ്കിൽ റോബർട്ട് എച്ച് വിറ്റാക്കർ. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് കോൾവൂസ്. അതിൽ RH വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പെട്ടതാണ് മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗെ, അനിമാലിയ, പ്ലാന്റേ. ഈ 5 എണ്ണമാണ് മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതിൽ 5 എണ്ണം. അതായത് മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗെ, അനിമാലിയ, പ്ലാന്റേ. അതില് വർഗീകരണ വിഭാഗത്തിൽ ബാക്ടീരിയ ഉൾപ്പെടുന്ന വിഭാഗമാണ് കിങ്ഡം മൊണീറ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 30ാമത്തെ ചോദ്യം, ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് യൂറോപ്പ? ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് യൂറോപ്പ? നേരത്തെ കുറെ ഗ്രഹങ്ങളുടെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. യൂറോപ്പ ആരുടെ ഉപഗ്രഹമാണ്? പറഞ്ഞേ, ആരുടെയാണ്? ജൂപ്പിറ്റർ അല്ലേ? ജൂപ്പിറ്റർ. ഞാൻ സാധാരണഗതിയിൽ നമ്മുടെ ഗ്രഹങ്ങളുടെ പേര് പഠിക്കുമ്പോൾ മലയാളം വാക്കും ഇംഗ്ലീഷ് വാക്കും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ടൊരു കോഡ് പഠിക്കുമായിരുന്നു. മൈ വെരി efficient mother just showed us showed us 9 planets. പണ്ടത്തെ പഠിത്തമാണ് ഇത്, മാറ്റിയ ശേഷം മാറ്റിയിട്ടില്ല. അതായത് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. അപ്പൊ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് നമ്മുടെ യൂറോപ്പ എന്ന് പറയുന്നത്? ജസ്റ്റ് ജെ, ജൂപ്പിറ്ററിന്റെ ആണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് യൂറോപ്പ എന്ന് പറയുന്നത്. COVID-19 രോഗത്തിന്റെ രോഗകാരി എന്താണ്? SARS-CoV-1, SARS-CoV-2, MERS-CoV-1, MERS-CoV-2. ഇതിനകത്ത് SARS-CoV-2. COVID-19 രോഗത്തിന്റെ പ്രധാന രോഗകാരി എന്ന് പറയുന്നത് SARS-CoV-2 ആണ്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ്. നമ്മളെ വൈറസ് ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ സാഴ്സിനെ കുറിച്ച് പഠിച്ചു അല്ലെ? സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. SARS-CoV-2 എന്ന വൈറസ് ആണ് 2019 ആദ്യമായി കണ്ടെത്തിപ്പെട്ട, ലോകമാകെ പടർന്നു പിടിച്ച COVID-19 രോഗത്തിന് കാരണമായത്. SARS-CoV-2. അടുത്ത ചോദ്യം, ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാവാത്ത വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ, അമോണിയ. എല്ലാവർക്കും അറിയാം കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥേനും ഒക്കെ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാണ്. അമോണിയാണ് ഉത്തരം. ശരീര താപനില കുറയ്ക്കുന്ന ഔഷധം ഏതാണ്? ആന്റിബയോട്ടിക്കുകൾ, ആന്റിപൈററ്റുകൾ, ആന്റാസിഡുകൾ, ആന്റിസെപ്റ്റിക്കുകൾ. ആന്റിബയോട്ടിക്കിനെ കുറിച്ച് പറഞ്ഞാൽ, ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് 1945 വളരെ അപ്രതീക്ഷിതമായിട്ട് ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയത്. അദ്ദേഹത്തിന് ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയതിന് അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്, ആദ്യത്തെ ആന്റിബയോട്ടിക് ആയ പെൻസിലിൻ കണ്ടെത്തിയതിന് അലക്സാണ്ടർ ഫ്ലെമിങ്ങിനും അത് വളരെ ഉപയോഗപ്രദമായി ഉപയോഗിച്ചതിന് ഏണസ്റ്റ് ചെയിൻ, അതുപോലെ ഹൊവാർഡ് ഫ്ലോറി എന്ന് പറയും, ഈ 3 പേർക്കും നോബൽ പ്രൈസ് കിട്ടി. 1945 നോബൽ പ്രൈസ് കിട്ടി ഫ്ലെമിങ്ങിനും, ചെയിനും, അതുപോലെ ഫ്ലോറിക്കും. അതാണ് ആന്റിബയോട്ടിക്കുകൾ ബാക്ടീരിയകൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നത്. ആന്റാസിഡുകൾ എന്ന് പറഞ്ഞാൽ അസിഡിറ്റിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ ആന്റിസെപ്റ്റിക്കുകൾ അറിയാം, ഡെറ്റോൺ, സാവലോൺ ഒക്കെയാണ് ആന്റിസെപ്റ്റിക്കുകൾ. ഇതൊന്നും ശരീരത്തിന്റെ താപനില കുറയ്ക്കില്ല. ശരീരത്തിന്റെ താപനില കുറയ്ക്കുന്നത് ആന്റിപൈററ്റിക്സ് ആണ്. ആന്റിപൈററ്റിക്സ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഒരു ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് ബ്ലഡ് പ്രഷർ, പനി, ജലദോഷം, മഞ്ഞപ്പിത്തം. ഇതിനകത്ത് പനി എന്ന് പറയുന്ന ഒരു രോഗമേ അല്ല. പനി എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ്. പല രോഗങ്ങൾക്കും ലക്ഷണമായി കാണാറുണ്ട് നമ്മുടെ പനി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ആണ് എല്ലാ സൂക്ഷ്മജീവികൾക്കും അനുയോജ്യമായ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആ ടെമ്പറേച്ചർ, കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ടെമ്പറേച്ചർ ആണ്.
അപ്പൊ ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ സൂക്ഷ്മജീവി നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറിയാൽ അതിനെ ഓടിക്കാനായിട്ട് നമ്മുടെ ശരീരം ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ടെമ്പറേച്ചർ കൂട്ടുക എന്നുള്ളത്. അപ്പൊ പനി എന്ന് പറയുന്ന മിക്കവാറും ഏത് സൂക്ഷ്മജീവി വന്നാലും നമ്മുടെ ശരീരത്തിനകത്ത് കയറിയാൽ നമുക്കുണ്ടാകുന്ന ഒരു രോഗമാണ് പനി. പനി ഒരു രോഗമേ അല്ല, രോഗലക്ഷണമാണ്. മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന രോഗലക്ഷണമാണ് പനി. അപ്പൊ ഒരു ജീവിതശൈലി രോഗത്തിന് കാരണം ഉദാഹരണം എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ ആണ്. എന്താണ് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ? ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെ ഉണ്ടാവുന്നത് നമ്മുടെ രക്തക്കുഴലിൽ കൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അത് നോർമൽ ആയിട്ടിരിക്കുന്നതിലും കൂടുതലാവുന്നതിന് കാരണം നമ്മുടെ ജീവിതശൈലിയാണ്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് ബ്ലഡ് പ്രഷർ. ശുദ്ധജലത്തിന്റെ pH ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നുണ്ട്, 7 ശുദ്ധജലത്തിന്റെ pH. ലോകത്തിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ ആയിട്ട് അറിയപ്പെടുന്ന ഫൈസർ ആണോ, കോവിഷീൽഡ് ആണോ, സ്പുട്നിക് 5 ആണോ, എസ്ട്രാസെനെക്ക ആണോ? ഏതാണ് നമുക്കറിയാം അതിന്റെ ഉത്തരം. ഏതാണ്? നമ്മള് ശരീരത്തിന്റെ താപനില കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ പറയാ, ആന്റിപൈററ്റുകൾ ഉപയോഗിക്കുന്നു പറഞ്ഞല്ലേ. ഒരുപാട് കാലം ഈ ആന്റിപൈററ്റുകളും അത് ഇതൊന്നും ഉപയോഗിച്ചിട്ടും നമ്മുടെ താപനില ഒട്ടും കുറയാതിരുന്ന ഒന്നാണ് ഈ കോവിഡ് എന്ന് പറഞ്ഞ രോഗം. അതിന് നമ്മൾ വാക്സിൻ കണ്ടുപിടിക്കുകയും ചെയ്തു. കോവിഡ് വാക്സിൻ 19 ആദ്യമായിട്ട് ഫൈസർ ബയോഎൻടെക് കോവിഡ്-19 ആണ്. UK-യിലാണ് അടിയന്തരമായിട്ട് എമർജൻസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അംഗീകാരം ലഭിച്ചത്. പിന്നീട് അമേരിക്കയും യൂറോപ്പും മറ്റു പല രാജ്യങ്ങളിലും അത് വ്യാപകമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ്? ഫൈസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ്, 10-35 ക്വസ്റ്റ്യൻസ് കൂടെയാണ് കടന്നുപോയത്. അപ്പോൾ അതിന്റെ കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ ശ്രദ്ധാപൂർവ്വം ചോദ്യങ്ങളെ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ആലോചിച്ച് ഉത്തരങ്ങൾ എഴുതുക. നിങ്ങളുടെ ശ്രദ്ധാപൂർവമായ ചിട്ടയായ പരിശീലനവും കൃത്യമായ പഠനവും നിങ്ങളെ വിജയത്തിൽ എത്തിക്കുകയും ചെയ്യും. താങ്ക്